36 വർഷത്തെ ഒളിവിലെ ജീവിതം അവസാനിപ്പിച്ച മാവോയിസ്റ്റ് നേതാവ് ചെല്ലൂരി നാരായണ റാവു കീഴടങ്ങി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാവോയിസ്റ്റ് കേന്ദ്ര കമ്മിറ്റി അംഗമാണ് നാരായണ റാവു. വിഷ്ണു പ്രകാശിന്റെ വിവരങ്ങളുമായി. വിഷ്ണു, എത്രത്തോളം പ്രധാനപ്പെട്ടയാളാണ് ഈ മാവോയിസ്റ്റ് സംഘടനകളുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം? രതീഷ്, ചെല്ലൂരി നാരായണ റാവു 40 വർഷത്തിനടുത്ത്, അതായത് ഏകദേശം 36 വർഷമാണ് അദ്ദേഹം ഒളിവിൽ കഴിഞ്ഞത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാവോയിസ്റ്റിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട മാവോയിസ്റ്റ് ചരിത്രം പ്രധാനമായും കിടക്കുന്നത് ആന്ധ്ര ഒഡീഷ ബോർഡറിലാണ്. ആ മേഖലയിലെ ഈ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന ആളാണ് സുരേഷ് എന്നറിയപ്പെടുന്ന ചെല്ലൂരി നാരായണ റാവു. ഇയാളുമായി ബന്ധപ്പെട്ട് പ്രധാനമായും നമ്മൾ പരിശോധിക്കുമ്പോൾ 2004-ലും 2008-ലും എല്ലാം ഉണ്ടായിട്ടുള്ള വിവിധ ആയുധ കൊള്ളകളാണ്. അതായത് ഉദയഗിരിയിലും കോറാപ്പുട്ടിലും എല്ലാം ഇത്തരത്തിൽ പോലീസിന്റെ ആയുധ ശേഖരങ്ങൾ കൊള്ളയടിച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. 2004-ലായിരുന്നു കോറാപ്പുട്ടിൽ ആ ആയുധക്കൊള്ള ഉണ്ടായിട്ടുണ്ടായിരുന്നത്. 1000-ഓളം മാവോയിസ്റ്റുകളാണ് അന്ന് ആക്രമണത്തിൽ പങ്കെടുത്തത്. 14-ലേറെ ഉദ്യോഗസ്ഥർ അന്ന് കൊല്ലപ്പെടുകയും ചെയ്തു. ഏറെ കുപ്രസിദ്ധി ആർജിച്ച ഒരു മാവോയിസ്റ്റ് നീക്കമായിരുന്നത്. അതിന് പിന്നിലുള്ള തലച്ചോറ് ഇദ്ദേഹമാണ് എന്ന് തന്നെയാണ് പറയുന്നത്. ഇത് കൂടാതെ 2021-ൽ സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്ന ഗാന്ധി, ഗൺമാൻ ആയിരുന്ന ചിരഞ്ജീവി എന്നിവരെ കോടതിക്കുള്ളിൽ വെച്ച് കൊലപ്പെടുത്തിയ കേസിലും ഇദ്ദേഹം തന്നെയായിരുന്നു ആസൂത്രകൻ. എന്തായാലും രാജ്യത്തെ ഞെട്ടിച്ച നിരവധി മാവോയിസ്റ്റ് സംഭവങ്ങൾക്ക് അല്ലെങ്കിൽ മാവോയിസ്റ്റ് ആക്രമണങ്ങൾക്ക് സൂത്രധാരനായിരുന്ന ചെല്ലൂരി നാരായണ റാവു ആണ് ഇപ്പോൾ ആയുധം താഴെ വെച്ച് കീഴടങ്ങിയിരിക്കുന്നത്. പ്രധാനമായും നാളെയാണ് മാവോയിസം രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കുന്നതിന് വേണ്ടി, നക്സലിസം രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ അതിന്റെ ഒരു അവസാന ദിവസം എന്ന് നേരത്തെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് മുന്നോടിയായാണ് ഇപ്പോൾ ഇത്തരത്തിൽ മാവോയിസ്റ്റ് നേതാവ് ഇപ്പോൾ കീഴടങ്ങിയിട്ടുള്ളത്. 36 വർഷത്തെ ഒളിവിലെ ജീവിതം അവസാനിപ്പിച്ചാണ് മാവോയിസ്റ്റ് നേതാവ് ചെല്ലൂരി നാരായണ റാവു കീഴടങ്ങിയത്. കുപ്രസിദ്ധമായ പ്രധാനപ്പെട്ട മാവോയിസ്റ്റ് നേതാക്കളിൽ ഒരാളാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാവോയിസ്റ്റ് കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയാണ്. ഒളിവിൽ നിന്നിപ്പോൾ കീഴടങ്ങുകയാണ്.